വീണ്ടും വിവാദ പ്രസ്താവനയുമായി സജി ചെറിയാൻ. സർക്കാർ ആശുപത്രിയിൽ കിടന്ന് മരിക്കാൻ തുടങ്ങിയെന്നും സ്വകാര്യ ആശുപത്രിയിൽ പോയി രക്ഷപ്പെട്ടു എന്നുമാണ് പ്രസ്താവന. പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം ചേരുന്നു. പ്രവീൺ പുരുഷോത്തമൻ, മന്ത്രി സജി ചെറിയാൻ ഏത് സാഹചര്യത്തിലാണ് ഈ പ്രസ്താവന നടത്തിയത്? മന്ത്രി സജി ചെറിയാൻ ഇന്ന് പത്തനംതിട്ടയിൽ ഒരു പരിപാടി പങ്കെടുക്കാൻ വേണ്ടി എത്തിയിരുന്നു. ആ സമയത്താണ് വിവാദമായിട്ടുള്ള പ്രസ്താവന നടത്തിയത്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെ പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടാണ് സജി ചെറിയാൻ ഇന്ന് ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. വീണ ജോർജ് എന്ത് തെറ്റാണ് ചെയ്തതെന്ന് മന്ത്രി സജി ചെറിയാൻ ചോദിക്കുന്നു. ഒപ്പം തന്നെ വീണ ജോർജിന്റെ ഭരണത്തിൽ കേരളത്തിലെ ആരോഗ്യ മേഖല വളരുകയാണ് ചെയ്തത്. വിമാന അപകടത്തെ തുടർന്ന് വ്യോമയാന മന്ത്രി രാജിവെച്ചോ എന്ന് അങ്ങനെ ഒരു ചോദ്യം കൂടി മന്ത്രി സജി ചെറിയാൻ ചോദിക്കുന്നു. ആരോഗ്യ മേഖല വെന്റിലേറ്ററിൽ എന്ന മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവന ആരെ സൂചിപ്പിക്കാനാണ് എന്നൊരു ചോദ്യം കൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട്. സർക്കാർ ആശുപത്രികൾ പാവപ്പെട്ടവന്റെ അത്താണിയാണ്. വീണ ജോർജിനെതിരായിട്ടുള്ള സമരത്തിന്റെ മറവിൽ സ്വകാര്യ കുത്തക ആശുപത്രികളെ വളർത്താനുള്ള ഒരു ഗൂഢനീക്കം നടക്കുന്നതായും മന്ത്രി സജി ചെറിയാൻ പറയുന്നു. സ്വകാര്യ ആശുപത്രികളിൽ മന്ത്രിമാർ ചികിത്സ തേടുന്നത് പുതുമയുള്ള ഒരു കാര്യമല്ല. സർക്കാർ ആശുപത്രിയിലെ ചികിത്സയിൽ മരിക്കാൻ തുടങ്ങിയ താൻ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി എന്ന ഒരു വിവാദ പ്രസ്താവന കൂടി അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് താൻ ജീവൻ നിലനിർത്തിയത് എന്നും മന്ത്രി സജി ചെറിയാൻ പറയുന്നു. വീണ ജോർജിനെയും ഒപ്പം തന്നെ പൊതുജനാരോഗ്യത്തെയും CPIM സംരക്ഷിക്കുമെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ഇപ്പോൾ നടക്കുന്നത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള നാടകങ്ങളാണ്. പ്രതിപക്ഷത്തിനെ വട്ടുപിടിച്ചു എന്ന ഒരു വാചകം കൂടി അദ്ദേഹം തന്റെ ആ ഒരു പ്രസ്താവനയിൽ പറയുന്നുണ്ട്. UDF ഇപ്പോൾ അധികാരം കിട്ടാത്തതിന്റെ ഭ്രാന്താണ്. LDF മൂന്നാമത് അധികാരത്തിൽ വരും എന്നതിന്റെ ഒരു വെപ്രാളം കൂടിയാണ് ഇപ്പോൾ UDF എന്നും മന്ത്രി സജി ചെറിയാൻ പറയുന്നു. അതിന്റെ തെളിവാണ് ഇപ്പോൾ നേതാക്കന്മാർ ക്യാപ്റ്റനും മേജറും ജവാനും ഒക്കെയായി സ്ഥാനമാനങ്ങൾ തീരുമാനിക്കുന്നത് എന്നും സജി ചെറിയാൻ കൂട്ടിച്ചേർത്തു. ആരോഗ്യവകുപ്പിനെ വെട്ടിലാക്കുന്ന വിവാദ പ്രസ്താവനയാണ് മന്ത്രി സജി ചെറിയാൻ നടത്തിയിരിക്കുന്നത്. കാരണം സ്വകാര്യ ആശുപത്രികളിൽ മന്ത്രിമാരടക്കം അവരുടെ കുടുംബാംഗങ്ങളടക്കം ചികിത്സ തേടുന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അത് സമൂഹ മാധ്യമങ്ങളിലും മറ്റ് മാധ്യമങ്ങളിലുമെല്ലാം ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മന്ത്രിയുടെ പ്രസ്താവന വന്നിരിക്കുന്നത്. സർക്കാർ ആശുപത്രിയിൽ കിടന്ന് മരിക്കാറായി എന്ന് പറയുമ്പോൾ സർക്കാർ ആശുപത്രിയിലെ ചികിത്സ കൊള്ളില്ല എന്നൊരു മന്ത്രി തന്നെ പറയുകയാണ്. ഈ സർക്കാരിന്റെ ഭാഗമായ മന്ത്രി തന്നെ പറയുകയാണ്. ഇതിൽ പരം പ്രതിപക്ഷത്തിന് മറ്റൊരു ആയുധം എന്താണുള്ളത്? പ്രവീൺ. സുജയ, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇന്നിപ്പോൾ അല്പസമയം മുമ്പ് പത്തനംതിട്ടയിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ഒരു പ്രകടനവും ഒപ്പം തന്നെ മന്ത്രി വീണ ജോർജിന് പൂർണ്ണമായും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു പ്രകടനമൊക്കെ നടന്നു. അതിലും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാക്കൾ ആവർത്തിച്ച് പറയുന്നത് മന്ത്രി വീണ ജോർജിനെതിരെയുള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നു എന്നുള്ളതാണ്. അതിനെ പൂർണ്ണമായും തങ്ങൾ എതിർക്കും എന്ന ഒരു കാര്യം കൂടി ഇപ്പോൾ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാക്കളും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് മന്ത്രി സജി ചെറിയാനും പത്തനംതിട്ട ജില്ലയിലേക്ക് എത്തിയത്. സജി ചെറിയാനും പൂർണ്ണമായും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന് അനുകൂലിച്ചുകൊണ്ടുള്ള പ്രസ്താവന തന്നെയാണ് നടത്തിയത്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വിവാദമായിട്ടുള്ളത് സർക്കാർ ആശുപത്രികളിലെ ചികിത്സ സംബന്ധിച്ച് ഒരു മന്ത്രി തന്നെ അത്തരമൊരു പ്രസ്താവന നടത്തിയതാണ്. കാരണം തനിക്ക് ഒരു അസുഖം വന്നപ്പോൾ താൻ ജീവൻ നിലനിർത്തിയത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയാണെന്ന് എന്ന് ഒരു മന്ത്രി തന്നെ വ്യക്തമാക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ LDF ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിക്കുന്നത് സർക്കാർ ആശുപത്രികളുടെ നേട്ടമാണ്. അതായത് സർക്കാർ ആശുപത്രികളിൽ കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്തെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ അതിന്റെ ഇരട്ടിയിൽ അധികം ആളുകൾ ഇപ്പോൾ സർക്കാർ ആശുപത്രികളെ സമീപിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികളെ സമീപിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചികിത്സയ്ക്ക് വേണ്ടി അവർ എത്തുന്നുണ്ട്. അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ചില കുറവുകൾ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിപക്ഷം കൂടുതലായും ആരോഗ്യമേഖലയെ തകർക്കുന്നതിനുള്ള നടപടികളിലേക്ക് പോകുന്നതായി ഇപ്പോൾ LDF തന്നെ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മന്ത്രി തന്നെ ഇപ്പോൾ സർക്കാർ ആശുപത്രികളിലെ ചികിത്സ മോശമാണ് എന്ന രീതിയിൽ ഒരു പ്രസ്താവനയുമായി വന്നത്. അതായത് തൻ്റെ ജീവൻ നിലനിർത്തിയത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ കൊണ്ടാണെന്നും സ്വകാര്യ ആശുപത്രികളിൽ മന്ത്രിമാർ ചികിത്സ തേടുന്ന ഒരു പുതുമയുള്ള കാര്യമല്ല എന്നും മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കുന്നു. ഇപ്പോൾ ഈ വീണ ജോർജിനെതിരായിട്ടുള്ള ഇപ്പോഴത്തെ സമരങ്ങൾ അത് ആ സമരത്തിൻ്റെ മറവിൽ സ്വകാര്യ കുത്തക ആശുപത്രികളെ വളർത്താൻ ഗൂഢനീക്കം നടക്കുന്നതായും മന്ത്രി സജി ചെറിയാൻ പറയുന്നുണ്ട്. സർക്കാർ ആശുപത്രിയിലെ ചികിത്സയിൽ മരിക്കാൻ തുടങ്ങിയ താൻ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയെന്ന് ഒരു മന്ത്രി തന്നെ പറയുമ്പോൾ കേരളത്തിലെ പൊതുജനാരോഗ്യം അതുപോലെ തന്നെ സർക്കാർ ആശുപത്രികളിലെ ഒരു നിലവാരമില്ലായ്മ ഒരു മന്ത്രി തന്നെ പറയുന്ന രീതിയിൽ ആയിപ്പോയി. ഏതായാലും മന്ത്രിയുടെ ഈ ഒരു പ്രസ്താവന ഇപ്പോൾ വിവാദത്തിൽ ആയിട്ടുണ്ട്. സുജയ. പ്രവീൺ പുരുഷോത്തമൻ, എവിടെ വെച്ചാണ് സജി ചെറിയാൻ ഇക്കാര്യം പറഞ്ഞത്? എന്തായിരുന്നു അദ്ദേഹം ഇത് പറയാനിടയായ സാഹചര്യം?
പത്തനംതിട്ടയിൽ ഇന്ന് പത്തനംതിട്ട നഗരത്തിൽ റോയൽ ഓഡിറ്റോറിയത്തിലാണ് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി അദ്ദേഹം വന്നത്. അദ്ദേഹം ആദ്യം ഈ സിനിമാ സംഘടനയുടെ സമരത്തിന് പൂർണ്ണ പിന്തുണ എന്ന രീതിയിലുള്ള കാര്യങ്ങൾ സംസാരിച്ചു. ഒപ്പം തന്നെ ഈ JSK കേരളത്തിൽ പ്രദർശിപ്പിക്കാനായി സമരത്തിന് ആഹ്വാനം നൽകിയത് സംസ്ഥാന സർക്കാർ, അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരായിട്ടുള്ള കടന്നുകയറ്റം തുടങ്ങി സിനിമാ മേഖലയിലെ കാര്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. പിന്നീടാണ് ഇപ്പോഴത്തെ സമരങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞത്. കാരണം പത്തനംതിട്ടയിൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ UDF-ഉം ഒപ്പം തന്നെ കോൺഗ്രസും BJP-യും എല്ലാം ശക്തമായിട്ടുള്ള സമരമാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെതിരെ നടത്തിയത്. ഇന്നിപ്പോൾ BJP-യുടെ ഒരു സമരം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് ഉണ്ടായിരുന്നു. അത് അക്രമാസക്തമായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പത്തനംതിട്ടയിലെ പൊതുപരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം അദ്ദേഹം ഈ രീതിയിലുള്ള പ്രസ്താവനയുമായി രംഗത്ത് വന്നത്.